The live session from Tiju's Academy. So as usual, today we will be discussing about IELTS Writing Task 2. നമ്മൾ IELTS Writing Task 2-ൽ essay റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് നമ്മളൊരു എസ്സെ നമ്മുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ടൈമിൽ ഫസ്റ്റ് വി ഹാവ് ടു റീഡ് അവർ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം വി ഹാവ് ടു ഫൈൻഡ് ഐഡിയാസ് റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക്. അതിനുശേഷം നമ്മുടെ ഐഡിയാസ് റിലേറ്റ് ചെയ്തിട്ടാണ് വി നീഡ് ടു ഫൈൻഡ് ദ എക്സാക്റ്റ് വൊക്കാബുലറി. അങ്ങനെ ആ ഒരു ഐഡിയ റിലേറ്റ് ചെയ്തിട്ട് മാത്രം ആ ഒരു കോണ്ടെക്സ്റ്റിന് മാച്ച് ആവുന്ന വൊക്കാബുലറീസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. സോ ബിഫോർ സ്റ്റാർട്ടിങ് അവർ സെഷൻ, ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് സോ ദാറ്റ് എവരിബഡി കുഡ് ജോയിൻ ദ സെഷൻ. ഓക്കെ, സോ വൺസ് അഗെയിൻ ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ലിങ്കിങ് വേർഡ്സ്. നമ്മുടെ കൊഹിഷൻ ആൻഡ് കൊഹറൻസ് ഫാക്ടേഴ്സിൽ ഏത് ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അക്വയർ എ ബാൻഡ് ഓഫ് 7+. ഒരു 7+ നിങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള ലിങ്കിങ് വേർഡ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ മോസ്റ്റ് പേപ്പറിലും കാണുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ആൻഡ് ആസ് വെൽ ആസ് ബട്ട് ഇങ്ങനത്തെ കോമൺ കുറച്ച് വേർഡ്സ് മാത്രമേ പലരും യൂസ് ചെയ്യുന്നുള്ളൂ. ബട്ട് വി ഹാവ് ടു യൂസ് അൺകോമൺ വേർഡ്സ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കണക്റ്റേഴ്സിൻ്റെ മാർക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ടുഡേ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ വേർഡ്സ് വിച്ച് യു ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ദ കോമൺ വേർഡ്സ്. ആ ഒരു കോമൺ വേർഡ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സന്തോഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ ദ ഫസ്റ്റ് വേർഡ് ഈസ് ബട്ട്. എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ബട്ട്. നമ്മൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സെൻറ്റൻസിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബട്ട്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ സിമ്പിൾ സെൻറ്റൻസ്, ഐ ലൈക്ക് കോമഡീസ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹൊറർ ഫിലിംസ്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു ആൻഡ് നമ്മളൊരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ പറയുകയാണ് ബൈ യൂസിങ് ബട്ട്. ആ ഒരു ബട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കതിനെ കണക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഈ ഒരു രീതിയിലാണ് പലരും സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഓൾ അതർ വേർഡ്സ് യു ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ബട്ട്. ഈ ഒരു ബട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ വേർഡ്സ് ഏതൊക്കെയുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ ബീന, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ദ വേർഡ്സ് ആർ although, however, nevertheless or nonetheless, despite or in spite of. So we will be discussing 4 words in this section: although, however, nevertheless or nonetheless, despite or in spite of. ഈ 4 വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു ആർ റൈറ്റിംഗ് 2 സെൻറ്റൻസസ് വിത്ത് സ്ട്രോങ് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്, യു ക്യാൻ ലിങ്ക് ദീസ് 2 sentences with the help of these words. ഇതിലുള്ള ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രാസ്റ്റിംഗ് ഐഡിയ ബിൽഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈൽ വി ആർ യൂസിങ് ദിസ് വേർഡ്സ്, നമ്മൾ ബട്ട് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ അതേ മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ദർ ആർ 2 points to remember. The first one is where our linking word comes in the sentence. ഈ ഒരു സെൻറ്റൻസിൽ ലിങ്കിങ് വേർഡ് എവിടെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് വി ആർ ലിങ്കിങ് 2 sentences. സോ ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ അതോ സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ അതോ ഇൻ ബിറ്റ്വീൻ ദീസ് 2 sentences ആണോ ഈ വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മേ ബി എ കൺഫ്യൂഷൻ ഫോർ യു ഗൈസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പഞ്ച്വേഷൻ. വൈൽ വി ആർ യൂസിങ് സം കണക്റ്റേഴ്സ് വി ഹാവ് ടു യൂസ് പ്രോപ്പർ പഞ്ച്വേഷൻസ്. അതർവൈസ് നമുക്ക് ആ ഒരു ഗ്രാമാറ്റിക്കൽ റേഞ്ചിൻ്റെ സ്കോർ അത്രയും അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ദർ ആർ 2 things you have to keep in your mind. First, you need to be clear about where you have to use these connecting words, and the second one is പഞ്ച്വേഷൻ. ഈ 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബാൻഡ് സ്കോർ അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഏതൊരു കണക്ടർ യൂസ് ചെയ്താലും അത് സെൻറ്റൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണോ എന്നുള്ളതും അതോ സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണോ, ദെൻ പഞ്ച്വേഷൻ എവിടെയാണ് ഇതിൽ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം.
So we can look into an example. Here is an example question. In some countries, children are often told they can achieve anything if they try hard enough. What are the advantages and disadvantages of giving children this message? So there is a general statement in that question, and after that they are asking you what are the advantages and disadvantages. So for this essay, you need to write 4 paragraphs with 250 words. 4 പാരഗ്രാഫിലാണ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ കൊടുക്കേണ്ടത്. ഫസ്റ്റ് you need to write an introduction, then 2 body paragraphs about the advantages as well as the disadvantages. Then you have to write an overall, ഒരു കൺക്ലൂഷനും കൂടി ലാസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എഴുതുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് യു നീഡ് ടു യൂസ് പ്രോപ്പർ കണക്റ്റേഴ്സ്. ഏതൊക്കെ കണക്റ്റേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ അമല, ഗുഡ് ആഫ്റ്റർനൂൺ. സോ here is the sentence. This message can inspire and motivate some children, but it can also lead to disappointment and a sense of failure in others. So ഒരു ഐഡിയ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഒരു ഐഡിയ കൊടുക്കുകയാണ്. This message can inspire and motivate some children. So it is like a motivation, but it can lead to disappointment and a sense of failure in others. So after but നമ്മൾ നമ്മുടെ മെയിൻ കാര്യം എന്താണ് എന്നുള്ളത് പറഞ്ഞു. So ഓൾവേസ് റിമെമ്പർ, നമ്മൾ ബട്ട് വെച്ചിട്ടൊരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ടിന് ശേഷം നമ്മൾ പറയുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് സെൻസ് ഓഫ് ഫെയിലിയർ ഇൻ അതേഴ്സ്. അതിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ബട്ടിന് ബിഫോർ ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല വാലിഡ് ആയിട്ടുണ്ടായിരിക്കാം. സോ ദിസ് ഈസ് എ നോർമൽ വേ എ സ്റ്റുഡൻറ്റ് വിൽ റൈറ്റ് ദിസ് ആൻസർ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ബട്ട് നമുക്ക് വേറെ വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു ലേൺ. So instead of but we have used the word although. Although എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ബട്ട് നമ്മൾ 2 സെൻറ്റൻസസിൻ്റെ ഇൻ ബിറ്റ്വീൻ മിഡിലായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഓൾദോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിന് മുന്നിലായിട്ട് ഓൾദോ കൊടുത്ത് നമ്മുടെ ഫസ്റ്റ് ഐഡിയ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ ആൻഡ് ദെൻ യു ക്യാൻ ഷോ ദ റിസൾട്ട്സ്. എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് സെക്കൻഡ് പാർട്ടിലായിരിക്കും നിങ്ങൾ പറയുക. സോ കണക്റ്റർ നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. Although this message can inspire and motivate some children, it can lead to disappointment and sense of failure in others. So നമ്മൾ സെയിം ബട്ട് വെച്ചിട്ട് പറഞ്ഞ സെയിം സെൻറ്റൻസ് തന്നെയാണ് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് വി ഹാവ് യൂസ് ബട്ട് ഇൻ ബിറ്റ്വീൻ 2 സെൻറ്റൻസ്. ഹിയർ വി ഹാവ് യൂസ് ഓൾദോ ഇൻ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ സെൻറ്റൻസ്. സോ ഓൾദോ വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ യു ക്യാൻ ബിൽഡ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ ആൻഡ് കണ്ടിന്യൂ ദ സെക്കൻഡ് സെൻറ്റൻസ്. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓൾദോ വെച്ചിട്ട് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ സെക്കൻഡ് യൂസേജ് ഈസ് ഹൗവർ. സോ ഹൗവർ എന്നൊരു വേർഡ് നമുക്ക് ഈ സെയിം യൂസേജിൽ തന്നെ കൊടുക്കാവുന്നതാണ്. ബട്ട് നമുക്ക് ഹൗവർ യൂസ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങൾ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്തു, ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ സെമി കോളൻ. ഒരു സെമി കോളൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഹൗവർ എന്നുള്ള കണക്റ്റർ കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ ആൻഡ് കൺസ്ട്രക്ട് എ സെക്കൻഡ് സെൻറ്റൻസ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഫസ്റ്റ് സെൻറ്റൻസ്, ദെൻ സെമി കോളൻ, ഹൗവർ, കോമ, ഇത് സെക്കൻഡ് സെൻറ്റൻസ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം, ദെൻ ഫുൾ സ്റ്റോപ്പിന് ശേഷം ഹൗവർ കൊടുത്ത് കോമ കൊടുത്ത് നിങ്ങളുടെ സെക്കൻഡ് ഐഡിയ പറഞ്ഞു പോകാവുന്നതാണ്. സോ 2 രീതിയിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇഫ് യു പ്രിഫർ ദ ഫസ്റ്റ് വൺ, നിങ്ങളിവിടെ ഒരു സെമി കോളൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഞ്ച്വേഷൻ്റെ സ്കോറും കൂടെ അക്വയർ ചെയ്യാവുന്നതാണ്. ഓക്കെ അനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. അനീറ്റ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ ബിന്ദു, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് ഹൗവർ എന്നുള്ള ഐഡിയ നമുക്ക് ബട്ടന് ഇൻസ്റ്റഡ് ആയിട്ട് 2 രീതിയിൽ യൂസ് ചെയ്യാം. യു ക്യാൻ എയ്തർ റൈറ്റ് ലൈക്ക് ഒരു സെമി കോളന് ശേഷം ഹൗവർ ഇട്ട് ദെൻ കോമ പ്രൊവൈഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അതർവൈസ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, ദെൻ ഹൗവർ വെച്ചിട്ട് നിങ്ങളുടെ സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. After that you have to put a comma and then continue the second sentence. Okay Agila, good afternoon. So the example is, this message can inspire and motivate some children, semicolon. However, comma, it can also lead to disappointment and a sense of failure in others. So നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്തിരുന്ന സെയിം സെൻറ്റൻസ് തന്നെയാണ്. ഫസ്റ്റ് ഐഡിയയ്ക്ക് ശേഷം ഒരു സെമിക്കോളൻ കൊടുത്തു, ദെൻ ഹൗവേർഡ് വെച്ചിട്ട് 2 സെൻറ്റൻസിനെ കണക്ട് ചെയ്തു, ദെൻ യു ഹാവ് പുട്ട് എ കോമ, ദെൻ നമുക്ക് നമ്മുടെ സെക്കൻഡ് സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യാം.
അതർവൈസ് നിങ്ങൾക്ക് എഴുതാവുന്നത് നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യുക, ദെൻ ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം ഹവർ വെച്ചിട്ട് നിങ്ങളുടെ സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഹവറിൻ്റെ എച്ച് വിൽ ബി ക്യാപിറ്റൽ, ദെൻ ഒരു കോമ പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. സോ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഹവർ യൂസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഓൾസോ യൂസ് നെവർത്തിലെസ് ആൻഡ് നൺതിലെസ്. ഈ രണ്ട് വേർഡ്സിൻ്റെ യൂസേജ് ഹവർ പോലെ തന്നെയാണ് വരുന്നത്. ഇറ്റ് വിൽ ബി സെയിം. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെമിക്കോളൻ ദെൻ ദ കണക്റ്റിംഗ് വേർഡ് ആഫ്റ്റർ കോമ ഇട്ടിട്ട് നിങ്ങളുടെ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാം. അതർവൈസ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, ദെൻ നെവർത്തിലെസ് വെച്ചിട്ട് ഓർ നൺതിലെസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം, ദെൻ കോമ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. Some children push themselves to the limit. So നമ്മൾ ഫസ്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് പുട്ട് എ സെമിക്കോളൻ. ദെൻ നിങ്ങളുടെ കണക്ടർ ആയിട്ടുള്ള നെവർത്തിലെസ് കണക്ടർ യൂസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് പുട്ട് എ കോമ ആൻഡ് റൈറ്റ് ദ സെക്കൻഡ് സെൻറ്റൻസ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതർവൈസ് നിങ്ങൾക്കിവിടെ ഫുൾ സ്റ്റോപ്പ് ഫോളോ ചെയ്തിട്ട് ഫസ്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യുക, ദെൻ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് ദ കണക്ടർ നെവർത്തിലെസ് ഓർ നൺതിലെസ്, ദെൻ കോമ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ സെക്കൻഡ് ഐഡിയ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഒരു രീതിയിൽ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ, ബട്ട് ഇറ്റ് ഈസ് സെയിം ആസ് ഹവർ. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വരുന്നത്. സം ചിൽഡ്രൻ പുഷ് ദംസെൽസ് ടു ദ ലിമിറ്റ്, സെമിക്കോളൻ, നെവർത്തിലെസ്, comma, they may not achieve their goals. Otherwise, you can also write like some children push themselves to the limit, full stop, nevertheless, comma, they may not achieve their goals. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഇവിടെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെൻറ്റ് എഗ്രിമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു സെൻറ്റൻസ് ആണെങ്കിലും കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സമയത്ത് സിംഗുലർ വേർബ് പ്രൊവൈഡ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റ് വരുന്ന സമയത്ത് പ്ലൂറൽ വേർബ് പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും ബേസിക് ഐഡിയാണ്. ആസ് ഐ നോ യു ഓൾ ഗൈസ് നോ ദാറ്റ്. സോ നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഓൾ ദോ ഓർ ഈവൻ ദോ യൂസ് ചെയ്തൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ വേർബ് കൊടുക്കുന്നത്. സോ ഇത്രയും ലാസ്റ്റ് എക്സാമ്പിൾസിലെല്ലാം നമ്മൾ നോക്കിയിരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ കണ്ടത്. ബട്ട് ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് സംവാട്ട് ഡിഫറെൻറ്റ്. സോ നമ്മൾ 4 വേർഡ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾദോ, ഹൗവർ, നെവർത്തിലെസ് ഓർ നൺതിലെസ്. ഈ 3 കാര്യത്തിലും ഒരേപോലെ തന്നെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വരുന്നത്. ദാറ്റ് മീൻസ് ഓൾദോ, നെവർത്തിലെസ്, നൺതിലെസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വേർബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡെസ്പൈറ്റ് ഓർ ഇൻസ്പൈറ്റ് ഓഫ്, ഈ 2 വേർഡ്സിനും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ വരുന്ന സമയത്ത് ദർ ഈസ് എ ഡിഫറൻസ്. ഓക്കെ, ദ ഡിഫറൻസ് ഈസ് നമ്മൾ നോർമലി സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണക്ടറിന് ശേഷം നമ്മുടെ സബ്ജക്റ്റിൽ നിന്നാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആരെ പറ്റിയിട്ടാണോ ആ സെൻറ്റൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്നാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ഇൻ ദിസ് കേസ് ആഫ്റ്റർ ദീസ് കണക്റ്റിംഗ് വേർഡ്സ് യു ഹാവ് ടു പുട്ട് എ ജെറൻറ്റ്. ദാറ്റ് മീൻസ് ഒരു INGയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർബ്, അതൊരു നൗണായിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുക. ബട്ട് സ്റ്റിൽ നമ്മളൊരു വേർബിൽ നിന്നാണ്, ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ INGയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർബിൽ നിന്നായിരിക്കും നമ്മുടെ സെൻറ്റൻസ് ബാക്കി കണ്ടിന്യൂഷൻ പോവുക. സോ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റിന് ശേഷം വി ഹാവ് ടു പുട്ട് എ ജെറൻറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ സെൻറ്റൻസിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നത് ദാറ്റ് പോർഷൻ വിൽ ബി ആഫ്റ്റർ ദ കോമ. കോമയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുള്ളൂ. That will be a difference. So the sentence is despite pushing themselves to the limit. So നമ്മൾ നമ്മുടെ ഐഡിയ ഡെസ്പൈറ്റിന് ശേഷം നമ്മൾ പറയുകയാണ് pushing themselves to the limit. നമ്മൾ ജനറൻറ്റ് വെച്ചിട്ട് അവിടെ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ, ദെൻ നമ്മുടെ സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സം ചിൽഡ്രൻ മേ നോട്ട് അച്ചീവ് ദെയർ ഗോൾസ്. സോ നമ്മുടെ മെയിൻ പോർഷൻ, നമ്മുടെ മെയിൻ പാർട്ട്, നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് വിൽ ബി ആഫ്റ്റർ ദ കോമ. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ ദീസ് സെൻറ്റൻസ് ഇറ്റ് വിൽ ബി ആഫ്റ്റർ ദ കോമ. ദാറ്റ് മീൻസ് മെയിൻ പോർഷൻ കോമയ്ക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. സം ചിൽഡ്രൻ മേ നോട്ട് അച്ചീവ് ദെയർ ഗോൾസ്. സോ നമ്മുടെ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ പോർഷൻ കോമയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്.
ഡെസ്പൈറ്റ് എന്നുള്ള അതേ മീനിങ് വരുന്ന ഒരു വേർഡാണ് ഇൻസ്പൈറ്റ് ഓഫ്. ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് പുട്ട് ആൻ ഓഫ് ബിഫോർ ആഫ്റ്റർ ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റ് എന്നൊരു വേർഡ് യൂസ് ചെയ്തതിന് ശേഷം ഡെസ്പൈറ്റ് ഓഫ് എന്നൊരു യൂസേജ് ഇംഗ്ലീഷിലില്ല. യു ക്യാൻ ഇതർ റൈറ്റ് ലൈക്ക് ഇൻസ്പൈറ്റ് ഓഫ്, അതർവൈസ് ഡെസ്പൈറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോം ഫോളോ ചെയ്ത് പോവാം. സോ ഹിയർ ഓൾസോ വി ഹാവ് റിട്ടൺ ലൈക്ക് ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റഡിങ് സോ ഹാർഡ്. സോ നമ്മളൊരു ജെറൻഡിൽ നിന്നാണ് ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ. ദെൻ നമ്മുടെ സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് പോർഷൻ സെക്കൻഡ് കോമയ്ക്ക് ശേഷമായിരിക്കും ജനറേറ്റ് ചെയ്യുക. ഹി ഡിഡ് നോട്ട് അച്ചീവ് ഹിസ് ഗോൾ. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോ ഈ 4 വേർഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോങ് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്, സ്ട്രോങ് ഓപ്പോസിറ്റിംഗ് ഐഡിയാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ 4 വേർഡ്സിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾദോ, ഹൗവർ, നെവർത്തിലെസ് ഓർ നൺതിലെസ്, ഡെസ്പൈറ്റ് ഓർ ഇൻസ്പൈറ്റ് ഓഫ്. ഈ 4 വേർഡ്സിൻ്റെയും പ്രത്യേകത എന്ന് പറയുമ്പോൾ യു ക്യാൻ യൂസ് ദിസ് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബട്ട്. ബട്ട് വെൻ യു ആർ യൂസിങ് ഓൾദോ ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ദ സ്റ്റാർട്ടിങ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലായിരിക്കും എപ്പോഴും ഓൾദോ എന്നുള്ള കാര്യം വരുന്നത്. That means first you have starting the first sentence with although, after that you can put a comma and continue the second sentence. But however, nevertheless, nonetheless, ഈ 3 കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് സെൻറ്റൻസിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ 3 കണക്റ്റേഴ്സും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. എയ്തർ യു ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ദെൻ പുട്ട് എ സെമി കോളൻ, ദെൻ ഇതിലൊരു കണക്ടർ യൂസ് ചെയ്ത് കോമയിട്ട് നിങ്ങളുടെ സെക്കൻഡ് സെൻറ്റൻസ് ജനറേറ്റ് ചെയ്ത് പോകാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സിംഗിൾ സെൻറ്റൻസ്. അതർവൈസ് യു ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് യു ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ദെൻ പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. ആ ഒരു സെൻറ്റൻസ് അവിടെ എൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഈ വേർഡ്സ് യൂസ് ചെയ്ത് കോമയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഐഡിയ ജനറേറ്റ് ചെയ്യാം. സോ നിങ്ങൾ സെമി കോളൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സിംഗിൾ സെൻറ്റൻസ്. അതല്ല നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്യുന്നതെങ്കിൽ 2 സെൻറ്റൻസസിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഹിയർ യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ സെൻറ്റൻസ് യൂസിങ് എ ജെറൻഡ്. ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളൊരു ജെറൻഡ് വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ING ഫോമിലുള്ളൊരു വേർബ് വെച്ചിട്ടാണ് നിങ്ങൾ സെൻറ്റൻസ് കൊടുക്കുന്നത്. ഡെസ്പൈറ്റ് പുഷിങ് ദംസെൽസ് ടു ദ ലിമിറ്റ്. സോ അതിനുശേഷം കോമ കൊടുത്തിട്ട് സെക്കൻഡ് കോണ്ടെക്സ്റ്റിൽ ആ ഒരു കോമയ്ക്ക് ശേഷം ജനറേറ്റ് ചെയ്യുന്ന സെൻറ്റൻസസിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ആരെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും സെക്കൻഡ് കോണ്ടെക്സ്റ്റിലായിരിക്കും കൊടുക്കുക. ഒരിക്കലും ഫസ്റ്റ് കോണ്ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ഫസ്റ്റിൽ കാര്യം എന്താണ്, ആ ഒരു ആക്ടിവിറ്റി എന്താണ് എന്ന് മാത്രമേ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. Okay, so these are the 4 words you can write instead of but. ബട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് ഈ 4 ബട്ട് ഇൻ സം ക്വസ്റ്റ്യൻസ് വി വിൽ ബി ജനറേറ്റിംഗ് വീക്ക് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്. ഒരുപാട് സ്ട്രോങ് അല്ലാത്ത വീക്ക് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ഡിഫറെൻറ്റ് വൊക്കാബുലറി ഫോർ ദാറ്റ്. അതിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് വൈൽ, വേറാസ്, ഈ രീതിയിലുള്ള മീൻ ടൈം, ഇൻ ദ മീൻ ടൈം ഓർ മീൻ വൈൽ, വൈൽസ്റ്റ്, ഈ രീതിയിലുള്ള വേർഡ്സ് ആണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ, അതായത് വീക്ക് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് മോർ ഡീറ്റെയിൽ അബൌട്ട് ഇറ്റ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻ. നമ്മൾ അടുത്ത ഒരു സെഷനിൽ എന്താണ് വീക്ക് ഐഡിയാസ് നിങ്ങൾക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, എങ്ങനെ അതിനുള്ള പ്രോപ്പർ കണക്ടർ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ if you have any doubts regarding this, you can ask that through the chat box. Adalengil we will be discussing about the continuation part in our next live session, and that will be on Monday. So I hope it is clear for you all. So thank you.